മനുഷ്യൻ, ഒരു വ്യക്തി എന്ന് പറയുന്നത് 3 പാർട്ടാണ്. ദേഹം, ദേഹി, ആത്മാവ്. ബോഡി, സോൾ, സ്പിരിറ്റ്. ഇത് 3ഉം ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ട്രിനിറ്റിയുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ട്രിനിറ്റി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വണ്ണസിൽ വസിക്കുന്നു, ഏകഭാവത്തിൽ വസിക്കുന്നു. എന്നാലും നമ്മൾ അങ്ങനല്ല. നമ്മുടെ ബോഡി, സോൾ, സ്പിരിറ്റ്. സോള് ഒന്നുകിൽ ജഡത്തോട് ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ആത്മാവോട് ചേർന്ന് നിൽക്കും. ഏകഭാവത്തിൽ ഇവർ 3 പേരും കൂടെ ഏകഭാവത്തിൽ പോവത്തില്ല. മനുഷ്യൻ്റെ കേസിൽ ബോഡി, സോൾ, സ്പിരിറ്റ്. ദൈവത്തിൻ്റെ കേസിൽ ദൈവം, പിതാവാം ദൈവം എന്താഗ്രഹിക്കുന്നു അതാണ്. 3 പേരും 3 വ്യക്തിത്വങ്ങളാണ്. പക്ഷേ എന്താണ് പിതാവിൻ്റെ ഇഷ്ടം, അതാണ് പുത്രൻ്റെ ഇഷ്ടം, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം. എന്താണ് പിതാവിൻ്റെ ഹിതം, എന്താണ് പിതാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് പിതാവിൻ്റെ ഇഷ്ടം, ഇതാണ് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ പോലും പറ്റത്തില്ല. ഒറിജിനൽ 3 പേര്, പക്ഷെ ഒരേ ചിന്ത, ഒരേ കാഴ്ചപ്പാട്, ഒന്ന്. അതുകൊണ്ട് ട്രിനിറ്റി 3 വ്യക്തിത്വങ്ങളാണ്, പക്ഷേ ഒന്നാണ്. കാരണം അവർക്ക് ഒരു കാര്യത്തിലും വ്യത്യാസമില്ല. ഒരുപോലെ ചിന്തിക്കുന്നു, ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവർ ഏകഭാവത്തിൽ വസിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ബോഡി, ഒന്നുകിൽ സോളാണ് വിശ്വാസ ജീവിതത്തിൽ, അതായത് നമ്മളുടെ ഹൃദയം, മനസ്സ് ഉൾപ്പെടുന്ന പാർട്ട്, മിഡിലിൽ നിൽക്കുന്ന പാർട്ട് സോൾ, ദേഹി, പ്രാണൻ, ഉള്ളം എന്നൊക്കെ മലയാളം ബൈബിളിൽ പറയുന്നു. ഈ പാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോള് ആരോട് ചേർന്ന് നിൽക്കുന്നു, അവനെ ആത്മീകനെന്നും അനാത്മീകനെന്നും നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റും. സോള് ജഡത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ അവൻ അനാത്മീകനാണ്, ആത്മീകത ഇല്ലാത്തവനാണ്. സോള് ബോഡിയോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, സ്പിരിറ്റിനോട്, ആത്മാവിനോട്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ അത് ആ വ്യക്തിയെ നമ്മൾ ആത്മീകൻ എന്ന് വിളിക്കും. പരിശുദ്ധാത്മാവ് നിറയുന്നത് സ്പിരിറ്റ് പാർട്ടിലാണ്. അത് നിറഞ്ഞ് കവിഞ്ഞ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഒഴുകണമെങ്കിൽ ഉള്ളം ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എങ്ങനെ സോളിനെ ഈ സ്പിരിറ്റുമായിട്ട് ചേർത്ത് നിർത്തുവാനായിട്ട് പറ്റും. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഫാസ്റ്റിങ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ ബോഡിക്ക് ആഹാരം കൊടുക്കുന്നു. ചില വ്യക്തികൾ ബോഡിക്ക് മാത്രം ആഹാരം കൊടുക്കുന്നു, ചില വ്യക്തികൾ ബോഡിക്കും ആഹാരം കൊടുക്കുന്നു, നമ്മുടെ സ്പിരിറ്റിനും ആഹാരം കൊടുക്കുന്നു. 2 പേർക്കും ആഹാരം കൊടുക്കുന്നു. ചിലർ ബോഡിക്ക് കൂടുതൽ കൊടുക്കുന്നു, സ്പിരിറ്റിന് കുറച്ച് കൊടുക്കുന്നു. ഇങ്ങനെ പല തരത്തിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഭക്ഷണം കഴിക്കുന്നു. അതായത് നോർമലി ബോഡിക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നു, ആത്മാവിന് വചനധ്യാനം, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആരാധന, നമ്മൾ പാട്ടുകൾ കേൾക്കുക, ആരാധിക്കുക, ഇങ്ങനെ സോളിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. ചിലർ നമ്മൾ കൂടുതൽ ആത്മീകതയിലേക്ക് നിൽക്കും. ഭക്ഷണം, ജഡത്തിൻ്റെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് നമ്മൾ കുറയ്ക്കും. ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനെയാണ്. വ്യക്തി ടു വ്യക്തി അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ വ്യക്തി ഓരോ തരമാണ്. ചിലർ ജഡത്തെ കൂടുതൽ കയറി നിൽക്കും, ആത്മീകമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്പിരിച്വൽ ലെവൽ നിങ്ങളുടേത് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ സോളിനെ, ആത്മാവിനെ ആത്മാവുമായിട്ട് അടുപ്പിക്കണം. നമ്മുടെ മനസ്സിനെ ആത്മാവുമായിട്ട് അടുപ്പിക്കണം. മനസ്സിന് ശുദ്ധീകരണം വരണം. ഈ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ പുറമേ കടന്ന് എന്ത് തുള്ളിച്ചാടിയിട്ടും ഒരു കാര്യവുമില്ല. ആരാധിച്ചിട്ടും തുള്ളിച്ചാടിയിട്ടും ഇരുന്ന് ബൈബിള് 90 പ്രാവശ്യം വായിച്ചിട്ടും ഇതൊക്കെ കൊള്ളാം എന്നൊക്കെ പറയും. എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ സമയത്ത് ദൈവം നിൻ്റെ ഉള്ളം നോക്കും. നീ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലായിരിക്കും വായിക്കുന്നത്, പക്ഷെ ഉള്ളം നിൻ്റെ കൂടെയുള്ളവരുമായിട്ട്, മാതാപിതാക്കളുമായിട്ട്, മക്കളുമായിട്ട്, സഹോദരങ്ങളുമായിട്ട്, സഹപാഠികളുമായിട്ട്, പ്രത്യേകിച്ച് നിങ്ങളോട് മോശമായി പെരുമാറുന്ന വ്യക്തികളുമായിട്ട് നിങ്ങളുടെ ഉള്ളം എങ്ങനെയാണ് ഇരിക്കുന്നത്? ദൈവം ഉള്ളമേ നോക്കത്തുള്ളൂ. രണ്ടാമതേ നിങ്ങളുടെ ആരാധനയും ഒക്കെ സ്വർഗത്തിലെത്തത്തുള്ളൂ. നിങ്ങൾ പുറമേ തുള്ളിച്ചാടുന്നത് സ്വർഗത്തിലെത്തണമെങ്കിൽ, മാവിനെ പുളിപ്പിക്കണമെങ്കിൽ, നീ പുളിച്ച മാവായി ഇരുന്നു കൊണ്ട് ട്രിനിറ്റിയെ പുളിപ്പിക്കണമെങ്കിൽ നിന്റെ ഉള്ളം ശുദ്ധമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിനിറ്റിയുമായിട്ട്, ദൈവവുമായിട്ട് ഒന്നാകുവാനായിട്ട് സാധിക്കത്തില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ഉള്ളം ശുദ്ധിയില്ലാത്ത, ഹൃദയശുദ്ധിയില്ലാത്ത ഒരു ആരാധനയും ഒരു പ്രാർത്ഥനയും ഒന്നും ദൈവസന്നിധിയിൽ പ്രോപ്പറായിട്ട് എത്തത്തുമില്ല. നിങ്ങളുടെ
പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ആകത്തും ഇല്ല. അവിടുന്ന് ഇവിടെ നോക്കെ ചില അപ്പക്കഷ്ണങ്ങൾ കിട്ടിയേക്കാം, പക്ഷേ കംപ്ലീറ്റ് ആയിട്ടും സോളിനെ ആത്മാവുമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റിയാൽ, ഏകഭാവത്തിൽ വയ്ക്കുവാൻ പറ്റിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയിച്ചുവെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും.